السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين. أيها الأحباء المشتركين والمشاهدين، مرحبا بكم إلى دار العربية. ദാറുൽ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചോദ്യങ്ങളും മറുപടികളും രംഗം 3. അപ്പോൾ ഇന്നത്തെ ഒരു 4-5 ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യം, നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അറബിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കുമല്ലോ. നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യമാണ്, നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളുടെ കേട്ടറിവും നമ്മൾ കണ്ട് ശീലിച്ചതും കേട്ട് ശീലിച്ചതും ഒക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കാൻ സാധ്യത? ഇൻ തറൂഹ് അൽ ഹിന്ദ് അല്ലേ, അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക. യെസ്, ഇൻ തറൂഹ് അൽ ഹിന്ദ് എന്നുള്ളതാണ്. ശരിക്കും ആ സെന്റൻസിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻത ശരിയാണ്, നീ എന്നുള്ളത്. റൂഹ് എന്നുള്ളത് ശരിക്ക് റൂഹ് രണ്ടർത്ഥമുണ്ട്. റൂഹ് എന്നുള്ളത് നമ്മുടെ ആത്മാവിന് ആത്മാവിന് പറയുന്ന ഒരു അറബി വാക്കുണ്ട് റൂഹ് എന്നുള്ളത്. അപ്പോൾ റൂഹ് എന്നുള്ളത് ശരിക്ക് നമ്മളൊരു അർത്ഥം പറയാൻ പറ്റാത്ത ഒരു വാക്കാണ് റൂഹ് എന്നുള്ളത്. ആ റൂഹിന് മുമ്പ് വേറെ എന്തെങ്കിലും വേണം, മനസ്സിലായോ? അതായത് ആ അറബി ഗ്രാമർ കുറച്ചുകൂടി വശമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. റൂഹ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. റൂഹ് എന്നുള്ളത്, റൂഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകൂ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ ഇൻത റൂഹ് അല്ലെങ്കിൽ റൂഹ് ഇൻത എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ റൂഹ് എന്ന് പറഞ്ഞാൽ പോകൂ എന്നർത്ഥം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഗോ എന്ന് പറയുമല്ലോ, ഒരു കമാൻഡ് രൂപത്തിൽ പറയുന്ന ഒരു വാക്കാണ് റൂഹ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന റൂഹ് എന്നുള്ള ഒരു വാക്കാണ് റൂഹ് എന്നുള്ളത്. അത് ശരിക്കും ഒരു ക്രിയയിലേക്ക് വരുമ്പോൾ, അതായത് ഒരു വെർബലായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഒരു മീനിങ് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ അറൂഹ് എന്ന് പറയണം, അല്ലെങ്കിൽ തറൂഹ് എന്ന് പറയണം, അതുമല്ലെങ്കിൽ യറൂഹ് എന്ന് പറയണം. ഓക്കെ, അപ്പോഴാണ് ഈ ഒരു വാക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് മാറുള്ളൂ. ഓക്കെ, അതാണ് റൂഹ് എന്ന വാക്കിന്റെ പ്രശ്നം. ഇനി നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇതിൽ നമുക്ക് ഏതൊക്കെ വാക്കുകൾ അറിയാം? നീ എന്നുള്ള വാക്ക് നമുക്കറിയാം. നീ എന്നുള്ള വാക്ക് നമുക്ക് ആദ്യം ഒന്ന് ഇവിടെ എഴുതി വെക്കാം, അത് ആവശ്യം വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻത അല്ലെങ്കിൽ ഇൻതി ആണ് പെണ്ണ്. ആ ഒരു ജെൻഡർ വൈസ് മാസ്കുലിൻ ഫെമിനിൻ ജെൻഡർ വൈസ് എഴുതി എന്നുള്ളൂ. ശരി, ഇനി ഇന്ത്യ എന്നുള്ളതിന് അൽ ഹിന്ദ് എന്നാണ് പറയാം. അൽ ഹിന്ദ്. ഓക്കെ, ഇനി നീ പോയിട്ടുണ്ടോ എന്നാ ചോദിക്കേണ്ടത്. നീ പോയി എന്നുള്ളതിന് നമുക്ക് എന്താ വാക്കേണ്ടത്? ഇപ്പൊ ഇൻത എന്നുള്ള വാക്ക് എടുക്കാന്നുണ്ടെങ്കിൽ നീ പോയി എന്നുള്ളതിന്, അപ്പോ അതിനു മുമ്പ് നമുക്ക് പോയി എന്നുള്ള വാക്ക് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? റാഹ എന്ന വാക്കാണ്. റാഹ എന്ന് പറഞ്ഞാൽ പോയി, അതായത് അവൻ പോയി എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നീ പോയി എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് റോഹ്ത് എന്നാണ്. റോഹ്ത് എന്ന വാക്ക്, അതിനു മുമ്പിൽ ഇൻത ചേർത്ത് കൊടുത്താൽ നീ പോയി എന്നായി. അതിനു മുമ്പിൽ അന ചേർത്ത് കൊടുത്താൽ ഞാൻ പോയി എന്നായി. അന റോഹ്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി എന്നായി. ഇൻത റോഹ്ത് എന്ന് പറഞ്ഞാൽ നീ പോയി എന്നായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാം. ഇൻത റോഹ്ത് എന്ന് പറഞ്ഞാൽ നീ പോയി എന്നായി. ഓക്കെ, നീ പോയി എന്നായി. ശരി, ഇനി ഇൻത റോഹ്ത് അൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ നീ ഇന്ത്യയിൽ പോയി എന്നായി. ഓക്കെ, ഇൻത റോഹ്ത് അൽ ഹിന്ദ്, നീ ഇന്ത്യയിൽ പോയി. ഇനി നീ ഇന്ത്യയിൽ പോയിട്ടുണ്ട് എന്ന് പറയണം. നീ ഇന്ത്യയിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതായത് ഗിദ് എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനെ ഹാസ് ഹാവ് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്നെ സംഗതി ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഗിദ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഗിദ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഗിദ് റോഹ്ത്. ഓക്കെ, ഗിദ് റോഹ്ത് എന്ന് പറഞ്ഞാൽ എന്തായി? പോയിട്ടുണ്ട്. അത്
നമ്മൾ ആ സംസാരത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളോട് ചോദിക്കുകയാണ് നീ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ റുഹ്ത്തിന്റെ അർത്ഥം നീ പോയിട്ടുണ്ട് എന്ന അർത്ഥത്തിലേക്ക് മാറും. ഇനി ഞാൻ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എങ്കിൽ, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗിദ് റുഹ്ത് എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ എന്തായി, ഞാൻ പോയിട്ടുണ്ട്. അതാ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റേയാൾക്ക് മനസ്സിലാകും ആ സംസാരത്തിനിറക്കി. ഓക്കെ, അപ്പൊ ഗിദ് റുഹ്ത് എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നീ പോയിട്ടുണ്ടെന്നാണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇൻറ്റ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഏറ്റവും തുടക്കത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇൻറ്റ ഗിദ് റുഹ്ത്, നീ പോയിട്ടുണ്ട് എന്നായി. ഇനി നീ പോയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? സിമ്പിൾ അല്ലേ? എന്ത്, ഒരു ചോദ്യ രൂപത്തിൽ ചോദിച്ചാൽ മതി. എന്ത്, ഇൻസ ഗിദ് റുഹ്ത് എന്ന് പറഞ്ഞാൽ അത് ചോദ്യ രൂപത്തിലായി, നീ പോയിട്ടുണ്ടോ എന്നായി. അന ഗിദ് റുഹ്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ആയി, അപ്പൊ ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചോദ്യ രൂപത്തിലാക്കാൻ എന്ത് മതി? ഒരു ചോദ്യ രൂപത്തിൽ ഒരു എക്സ്പ്രഷൻ ഇട്ട് ചോദിച്ചാൽ മതിയല്ലോ, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി എന്ത് വേണം? നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ ആ ഇന്ത്യ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ഇൻസ ഗിദ് റുഹ്തൽ ഹിന്ദ്, നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗിദ് റുഹ്തൽ ഹിന്ദ്. ഓക്കെ, നമ്മളൊരു ചോദ്യം ഒരാളെ ചോദിക്കുമ്പോൾ അത് നീ എന്നൊരു അർത്ഥത്തിലാണ്, ധ്വനിയാണ് അവിടെ വരിക. ഓക്കെ, അപ്പോ ഗിദ് റുഹ്തൽ ഹിന്ദ് എന്ന് ചോദിച്ചാൽ നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നായി. ഓക്കെ, അപ്പൊ നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നുള്ളതിന് ഫൈനൽ ആൻസർ എന്താണ്? ഗിദ് റുഹ്ത് അൽ ഹിന്ദ്. ഇപ്പൊ റുഹ്ത് അൽ ഹിന്ദ് എന്ന് സെപ്പറേറ്റ് പറയണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി, റുഹ്തൽ ഹിന്ദ്. അപ്പൊ ഈ ഹിന്ദിലെ അൽ ഹിന്ദ്, ഈ അൽ എന്താവും? റുഹ്തിനോട് ചേർത്ത് പറഞ്ഞത് റുഹ്തൽ ഹിന്ദ്, ഗിദ് റുഹ്തൽ ഹിന്ദ്, നീ ഇന്ത്യയിൽ പോയിട്ടുണ്ടോ എന്നായി. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് സെന്റൻസുകൾ ഉണ്ട് അതിൽ, അല്ലെങ്കിൽ രണ്ട് സെക്ഷൻ ഉണ്ട്. അതായത് ഞാൻ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നിന്നെ പല തവണ വിളിച്ചു പക്ഷെ നീ എടുത്തില്ല എന്നുള്ളതാണ്. അതായത് ചോദ്യം. അപ്പൊ നമ്മളത് ബ്രേക്ക് ചെയ്യണം ആ സെന്റൻസിനെ. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്ന രൂപത്തിൽ നമുക്ക് സെന്റൻസിനാക്കാം. അപ്പൊ ആദ്യ സെന്റൻസ് അത് തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം അതിനെ? ഞാൻ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഞാനിവിടെ വന്നപ്പോൾ എന്ന രൂപത്തിൽ നമുക്ക് പറയാം. അപ്പൊ ഞാൻ എന്നുള്ളതിന് നമുക്കറിയാവുന്ന വാക്ക് എന്തൊക്കെയാണ്? അന എന്ന് പറഞ്ഞാൽ ഞാൻ ആണ്, നമുക്കറിയാം. ഓക്കെ, ഇനി വന്നു എന്നുള്ളതിനാണ്, വന്നു എന്നുള്ളതിന് ജാ എന്നുള്ളതാണ്. ഓക്കെ, ജാ, അത് സംസാരത്തിൽ വരുമ്പോൾ ഈ ആ എന്നുള്ളൊരു സൗണ്ട് ചിലപ്പോൾ കേൾക്കൂല. ജാ എന്നാണ് ശരിക്കും അവർ പറയുക, ജാ. അപ്പോ ജാ എന്ന് പറയുമ്പോഴും ഈ എന്നുള്ളതും ശരിക്കും കേൾക്കില്ല. അപ്പൊ ജാ എന്നാണ് പറയുക, ജാ. ഓക്കെ, ഹുവ ജാ, അവൻ വന്നു എന്നുള്ളതിന്. അപ്പൊ ജാ എന്ന് പറഞ്ഞാൽ വന്നു, ഈ ജാ എന്ന് നമുക്കിപ്പോൾ എടുക്കാം. ജാ, വന്നു എന്നാണ്. ശരി, ഇനി ആ വന്നു എന്നുള്ളതിന് ഞാൻ വന്നു, നീ വന്നു എന്നുള്ളതിന് ഒറ്റ വാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അതേതാണ്? ജീത് എന്ന വാക്കാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കാണാവുന്നതാണ്. ഓക്കെ, ജീത് എന്നാണ് പറയാ. ശരിക്ക് ഇതെന്താണ്? ജിത്തു എന്നാണ് പറയാ. ജിത്തു എന്നുള്ളതാണ്. സംസാരത്തിലേക്ക് വരുമ്പോ എന്തായി? ജീത് എന്നാണ് പറയാ. ഓക്കെ, അപ്പോ അന ജീത് എന്ന് പറയാം. അന ജീത് എന്ന് പറഞ്ഞാൽ ഞാൻ വന്നു എന്നായി, അന ജീത്. ഇനി ഞാൻ ഇവിടെ വന്നു എന്ന് പറയണം. ഓക്കെ, ഞാൻ ഇവിടെ വന്നു എന്നുള്ളതിന് എന്താണ്? ഹിന എന്നാണ് പറയാം. ഓക്കെ, ഇതെന്താണ്? അന ജീത്, അന ജീത് ഹിന, ഞാൻ ഇവിടെ വന്നു. ശരി, ഞാൻ ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നൊക്കെ പറയാൻ എന്താണ്? തുടക്കത്തിലൊരു ലമ്മ ചേർത്ത് കൊടുത്താൽ മതി. ലമ്മ. അപ്പൊ ലമ്മ അനജീത് ഹിന എന്നായി. ലമ്മ അനജീത് ഹിന, ഞാൻ ഇവിടെ വന്നപ്പോൾ എന്താണ്? നിന്നെ പല തവണ വിളിച്ചു, അല്ലെങ്കിൽ നിന്നെ കുറെ തവണ വിളിച്ചു, അല്ലെങ്കിൽ നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ശരി, അപ്പൊ വിളിച്ചു എന്നുള്ളതിന് കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. വിളിച്ചു എന്നുള്ളതിന് ഓക്കെ, ഇത്തസല എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഡീറ്റെയിലിംഗായിട്ട് കൂടുതൽ പോകുന്നില്ല. ഓക്കെ, ഇത്തസൽത്ത് എന്ന് പറയും. ഇത്തസൽത്ത്, അല്ലെങ്കിൽ ദഗ്ഗ എന്ന വാക്കും ഉപയോഗിക്കാം എന്നുള്ളത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൽ. ഓക്കെ, ദഗ്ഗൈത്ത് എന്നാ പറയാം. ദഗ്ഗൈത്ത്. ഇത്തസൽത്ത്
അല്ലെങ്കിൽ ദഗ്ഗൈത്ത്. ദഗ്ഗൈത്ത് രണ്ടിനും വിളിച്ചു എന്നുള്ള അർത്ഥമാണ്. ഇത്തസൽത്ത് ആരെയാണ് വിളിച്ചത്? നിന്നെ, അല്ലേ? അപ്പൊ അതിനെന്താ പറയാ? അലൈക്. ഇത്തസൽത്ത് അലൈക്. അപ്പൊ ലമ്മ അനജീത് ഹീന, ഞാൻ ഇവിടെ വന്നപ്പോ, ഇത്തസൽത്ത് അല്ലെങ്കിൽ ദഗ്ഗൈത്ത് അലൈക്, ഞാൻ നിന്നെ വിളിച്ചു. ഇനി ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചു എന്ന് പറയാൻ എന്താണ്? വാജിദ് അല്ലെങ്കിൽ വായിദ്. ഓക്കെ, ഇതൊരു ഇമാറാത്തി ഡയലക്റ്റ് ആണ് വായിദ് എന്നുള്ളത്. വാജിദ് അല്ലെങ്കിൽ വായിദ്. ഓക്കെ, വായിദ് അല്ലെങ്കിൽ വാജിദ് എന്ന് പറഞ്ഞാൽ നിന്നെ ഒരുപാട് തവണ വിളിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ലമ്മ അനജീത് ഹിന, ഞാനിവിടെ വന്നപ്പോ, ഇത്തസൽത്ത് അല്ലെങ്കിൽ ദഗ്ഗൈത്ത് അലൈക്, ഞാൻ നിന്നെ വിളിച്ചു. ദഗ്ഗൈത്ത് അലൈക് വാജിദ് അല്ലെങ്കിൽ വായിദ്, നിന്നെ പലതവണ ഞാൻ വിളിച്ചു. ഇനി ഞാൻ എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു എന്ന് ചോദിക്കില്ലേ? നിന്നെ എത്ര തവണ എന്നുള്ളതിന് ഖം മറ എന്നാണ് പറയാം. ഖം മറ, ഖം മറ. ഓക്കെ, ഖം മറ എന്നാണ് പറയാം. അപ്പൊ ലമ്മ അനജീത് ഹീന, ഞാൻ ഇവിടെ വന്നപ്പോൾ, ഇത്തസൽത്ത് അലൈക മറ, ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു. അല്ലെങ്കിൽ ദഗ്ഗൈത അലൈക കം മറ, അല്ലെങ്കിൽ ഇത്തസൽത്ത് അലൈക വാജിദ് അല്ലെങ്കിൽ വായിദ്, ഞാൻ പലതവണ നിന്നെ വിളിച്ചു, പക്ഷേ നീ ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ നീ അറ്റൻഡ് ചെയ്തില്ല, റിപ്ലൈ തന്നില്ല. അപ്പൊ നീ റിപ്ലൈ തന്നില്ല എന്നുള്ളതിന് എന്തായിരിക്കും പറയാ? കഴിഞ്ഞ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ റെഫറൻസ് ആയിട്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നിരിക്കുന്നു, നിങ്ങളത് പറയാം. നീ കോള് അറ്റൻഡ് ചെയ്തില്ല എന്നുള്ളതിന്റെ അറബി. ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹുവ ജിബ്ത്. ഹുവ ഹുവ ജിബ്ത്, ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് എന്തും പറയാമല്ലോ. അങ്കമാലില പിന്നെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണ് എന്നൊക്കെ നമുക്ക് എന്തും പറയാം. പക്ഷെ പറയുന്നത് ശരിയാവണമല്ലോ, അല്ലേ? അപ്പോൾ ഇത് ഈ ഒരു സെന്റൻസ് ശരിയാണോ അല്ലേ എന്നുള്ളതാണ് നമ്മളൊന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഹുവ എന്നുള്ളത്, ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എന്നാണ് അതിന്റെ അർത്ഥം. ശരി. ഇനി ജിബ്ത് എന്നുള്ള വാക്ക്, ഈ ജിബ്ത് എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം എന്താണ്? കൊണ്ടുവന്നു എന്നുള്ളതാണ്. കൊണ്ടുവന്നു. അപ്പോ ജാബ ഹാത്ത് എന്നൊക്കെ വെച്ചിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ, അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ്. ശരി. അപ്പോ ജിബ്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ വാക്ക് എന്താണ്? ജാബ എന്നാണ്. ഓക്കെ, ജാബ. ജാബ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. ഹി ബ്രോട്ട് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ജാബ. അപ്പൊ ഈ ഹുവ ശരിക്ക് ജാബയുടെ കൂടെയാണ് ഉപയോഗിക്കുക. അപ്പൊ ഈ ജിബ്ത് ഉപയോഗിക്കുക എന്താണ്? ജിബ്ത് എന്നുള്ളത് ഈ ഫോം നിങ്ങൾക്ക് ജിബ്ത്, നമ്മൾ റൊഹ്ത്, ഇത്തസൽത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് എന്തിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുക? അന അല്ലെങ്കിൽ ഇൻത്, ഇതിൻ്റെയൊക്കെ കൂടെയാണ് എന്ത് ചെയ്യുക? ജിബ്ത് ഉപയോഗിക്കുക. അപ്പൊ ഇനി നിങ്ങൾ പറ, ഹുവ ജിബ്ത് എന്നുള്ളതാണോ ശരി, അല്ലെങ്കിൽ ഹുവ ജാബ എന്നുള്ളതാണോ ശരി എന്നുള്ളത് നിങ്ങളാണ് ഇനി പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹുവ ജിബ്ത് എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? മറ്റൊരു ചോദ്യം കമന്റ് ബോക്സിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാനിപ്പോ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതില് നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ ആദ്യം നോക്കാലോ. ഓക്കെ, പിന്നെ ഞാൻ എന്നുള്ളതിന്റെ വാക്ക് എന്താ? അന. നമുക്കറിയാം അല്ലെ, അന. ഈ അന എന്നുള്ളത് നമുക്ക് ഇവിടെ ആവശ്യം വരും എന്നുള്ളത് വേറെ ചോദ്യം. നമുക്ക് പഠിച്ച വാക്കുകൾ, നമുക്ക് മനസ്സിലാവുന്ന വാക്കുകൾ ആദ്യം നോക്കാം. ഓക്കെ, ഇനി ഉറക്കത്തിൽ നിന്ന് എണീറ്റു എന്നുള്ളതിന് ഒരു വാക്ക്. ഓക്കെ, അതിന് സ്വഹ എന്നാണ് പറയാ. രണ്ട് ഹ. ഓക്കെ, സ്വഹ. സ്വഹ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റു എന്ന് പറയാം, അല്ലെങ്കിൽ എഴുന്നേറ്റു എന്ന രൂപത്തിൽ പറയാം. കൂടുതൽ ഇതിന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനാണ് സ്വഹ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഉറക്കത്തിൽ നിന്ന് എണീറ്റു എന്ന് പറയാൻ വേണമെങ്കിൽ സ്വഹ മിനൻ നൗം എന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയാം. മിനൻ നൗം, സോറി, മിനൻ നൗം. ഓക്കെ, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നർത്ഥം. അപ്പൊ മിനൻ നൗം, നൗം എന്ന് പറഞ്ഞാൽ ഉറക്കം. അത് കൂടുതൽ നമുക്ക് അറിയാവുന്ന ഒരു വാക്കാണ് നൗ. ഓക്കെ, അറിവിലൊക്കെ ചിലപ്പോൾ ചോദിക്കും, നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്തെ, അവർ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് നൗം അല്ലെങ്കിൽ ചനായും എന്നൊക്കെ വന്ന് എന്ത് ചെയ്യും, അവർ ചോദിക്കാറുണ്ട്. ശരി. അപ്പൊ സ്വഹ മിനൻ നൗം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, അതായത് ഉറക്കത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു എന്നാണ് പറയാം. ഇനി ഞാൻ എഴുന്നേറ്റു എന്നെങ്ങനെ പറയാം? സ്വഹ എന്നുള്ളത് സ്വഹൈത് എന്നാവും. ഓക്കെ, സ്വഹൈത് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ ഈ സ്വഹൈത്ത് എന്ന വാക്ക് രണ്ട്
വാക്ക് പറയും. ഒന്ന് അനയ്ക്ക് ഉപയോഗിക്കും, ഇൻത എന്നുള്ളതിനും ഉപയോഗിക്കും അല്ലെ. അന ഇൻത ഈ രണ്ടിനും സ്വഹൈത്ത് ഉപയോഗിക്കും. അപ്പൊ അന സ്വഹൈത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്നർത്ഥം. അപ്പൊ അന സ്വഹൈത്ത് മിനൻ നൗം, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇപ്പോ എഴുന്നേറ്റതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ ഐ ജസ്റ്റ് വോക്ക് അപ്പ് ഫ്രം സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ ജസ്റ്റ് എന്നുള്ളൊരു ടൈം എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തൗവ എന്നാണ്. തൗവ. ഓക്കെ, തൗവ. ഇനി ഞാനിപ്പോ ഐ ജസ്റ്റ് എന്നുള്ളതിന് തൗവനി എന്നാണ് പറയാം. തൗവനി സഹൈത് من النوم. اوكي توني صحيت من النوم. توني صحيت من النوم. ഈ صحيت എന്നുള്ളത് صحيت എന്നുള്ളൊരു രൂപത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും. صحيت. ഓക്കെ, صحيت എന്നുള്ളത് സംസാരത്തിൽ വരുമ്പോൾ صحيت എന്നും പറയാൻ പറ്റും. ഈ ഹ എന്നുള്ളത് എന്നുള്ളതല്ല, അതായത് ഹ എന്ന കനപ്പി ശബ്ദമല്ല. നമ്മളുടെ ഈ ഹ ആ എന്നൊക്കെ പറയുമ്പോൾ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് വരുന്ന സൗണ്ടാണ്. ഇത് ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ഐൻ ഹ ഈ രണ്ടക്ഷരങ്ങളും തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ സൊഹൈത്ത് എന്നുള്ളതാണ്. നമ്മൾ ഹ എന്നുള്ള സൗണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ തൗവനി സൊഹൈത്ത് അലി തൗവനി സൊഹൈത്ത് മിനൻ നൗം. തൗവനി സൊഹൈത്ത് അലി തൗവനി സൊഹൈത്ത് മിനൻ നൗം എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ എന്താ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ അല്ലേ. നമ്മളിപ്പോൾ ആരെങ്കിലും വിളിക്കുമ്പോഴായിരിക്കും പറയാം ഞാനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടാണ്ട് വരാം എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരെയുള്ളൂ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ളൂ എന്നെങ്ങനെ പറയാം? തൗവനി സഹീത് മിനൻ നൗം. അപ്പോൾ രംഗം 3 അവസാനത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവളോട് ചോദിച്ചു, ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നോട് ചോദിച്ചു എന്നൊക്കെ എങ്ങനെയാണ് അറബിയിൽ പറയാന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ഒറ്റ വാക്ക് നമ്മൾ അറിഞ്ഞാൽ മതി. ആദ്യം ചോദിച്ചു എന്നുള്ളതിന് സഅല എന്നാണ് പറയാൻ. സഅല. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നർത്ഥം. ശരി, അപ്പൊ സഅല എന്ന് പറഞ്ഞാൽ അവൻ ചോദിച്ചു എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇനി സഅലത്ത് എന്ന് പറഞ്ഞാൽ സഅലത്ത് എന്ന് പറഞ്ഞാൽ അവൾ ചോദിച്ചു എന്നർത്ഥം. ഓക്കെ, അവൾ ചോദിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഞാൻ ചോദിച്ചു എന്ന് വേണം. ഞാൻ ചോദിച്ചു എന്ന് സഅൽത്ത് എന്ന് പറഞ്ഞാൽ മതി. സഅൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു. അപ്പൊ ഇതിന് മുമ്പിൽ നമുക്ക് അന അല്ലെങ്കിൽ ഇൻത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അന അല്ലെങ്കിൽ ഇൻത് ചേർത്ത്. അപ്പൊ അന സഅൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്നായി. ഇൻത് സഅൽത്ത് എന്ന് പറഞ്ഞാൽ നീ ചോദിച്ചു എന്നായി. ഇനി ഞാൻ അവനോട് ചോദിച്ചു എന്ന് പറയാൻ എന്ത് മതി? സഅൽത്ത് പ്ലസ് നമ്മൾ നേരത്തെ പഠിച്ച ഹു എന്നുള്ളൊരു വാക്ക് ചേർത്ത് കൊടുക്കുക. അതായത് സഅൽതു എന്നാവും. സഅൽതു എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് ചോദിച്ചു. ഇനി ഈ ഹൂവിന് പകരം ഹ ചേർത്ത് കൊടുത്താൽ ഇവിടെ സഅൽതുഹ എന്ന് പറഞ്ഞാൽ ഞാൻ അവളോട് ചോദിച്ചു എന്നായി. ഇനി ഞാൻ നിന്നോട് ചോദിച്ചു എന്നുള്ളതിന് എന്ത് പറഞ്ഞാൽ മതി? സഅൽതുക്. ഇതിന്റെ അടുത്ത് സഅൽതു എന്നുള്ളതിന്റെ അവസാനം ക്ക് ചേർത്ത് കൊടുത്താൽ സഅൽതുക്, ഞാൻ നിന്നോട് ചോദിച്ചു എന്നായി. ഇനി നീ എന്നുള്ളത് ഒരു പെണ്ണാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? കി എന്നാണ് അവിടെ ഉപയോഗിക്കുക. ക്ക് എന്നുള്ളതിന് പകരം കി ഉപയോഗിച്ചാൽ സഅൽതുകി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ചോദിച്ചു, ഒരു പെണ്ണിനോടാണ് പറയാ. ഓക്കെ, അപ്പൊ സഅൽതു ഞാൻ അവനോട് ചോദിച്ചു, സഅൽതുഹ ഞാൻ അവളോട് ചോദിച്ചു, സഅൽതുക് ഞാൻ നിന്നോട്, അത് ഒരു ആണിനോട് പറയാണ്. ഇനി സഅൽതുകി ഞാൻ നിന്നോട്, അതായത് ഒരു പെണ്ണിനോട് പറയാണ് ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചോദിക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ സംശയങ്ങളും മറുപടികളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാനത് വീഡിയോകളിലൂടെ പറഞ്ഞു തരുന്നതുമാണ്. അപ്പോൾ ഇനി പുതിയ ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.